ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മളിന്ന് സയൻസ് തുടങ്ങുകയാണ്. 8th സ്റ്റാൻഡേർഡിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററായ ക്രോപ്പ് പ്രൊഡക്ഷൻ ആൻഡ് മാനേജ്മെൻറ്റ് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. നമുക്കിനി ആ ചാപ്റ്റർ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ടോപ്പിക്ക്, വേർ ഡു പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ഗെറ്റ് ഫുഡ് ഫ്രം? പ്ലാന്റ്സിനും ആനിമൽസിനും അവരുടെ ലൈഫ് പ്രോസസ്സസ് നടത്താനുള്ള ഫുഡ് എവിടെ നിന്നാണ് കിട്ടുന്നത്? പ്ലാന്റ്സ് അവരുടെ തന്നെ ഫുഡ് പ്രിപ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഫോട്ടോസിന്തസിസ് വഴി ദേ മേക്ക് ദെയർ ഓൺ ഫുഡ്. പക്ഷേ ആനിമൽസിന് അങ്ങനെ ഫോട്ടോസിന്തസിസ് ഒന്നും നടത്താൻ പറ്റാത്തതുകൊണ്ട് അവർ പ്ലാന്റ്സിന് അല്ലെങ്കിൽ പ്ലാന്റ് പ്രോഡക്ട്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അവരവരുടെ സർവൈവൽ നോക്കുന്നത്. ഒരു ലാർജ് പോപ്പുലേഷന് ഫുഡ് പ്രിപ്പയർ ചെയ്യാനായിട്ട് ലാർജ് സ്കെയിൽ ഫുഡ് പ്രൊഡക്ഷൻ വേണം. അപ്പോൾ അതിന് റെഗുലർ ആയിട്ടുള്ള പ്രൊഡക്ഷൻ, പ്രോപ്പർ മാനേജ്മെൻറ്റ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ നെസസറി ആണ്. അടുത്ത ടോപ്പിക്ക്, അഗ്രികൾച്ചറൽ പ്രാക്ടീസസ്. പണ്ട് കാലങ്ങളിൽ, അതായത് 10,000 BC വരെ ആളുകൾ ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഫുഡിനും ഷെൽട്ടറിനും വേണ്ടി പോവുകയാണ് ചെയ്തിരുന്നത്. ദേ എയ്റ്റ് റോ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആൻഡ് സ്റ്റാർട്ടഡ് ഹണ്ടിങ് ആനിമൽസ് ഫോർ ഫുഡ്. ഇങ്ങനെയാണ് അവരവരുടെ ഫുഡ് റിക്വയർമെൻറ്റ്സ് നടത്തിയിരുന്നത്. പിന്നെ അവർ കൾട്ടിവേറ്റ് ചെയ്യാൻ പഠിച്ചു. ലാൻഡ് കൾട്ടിവേറ്റ് ചെയ്ത് ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ പഠിച്ചു. അങ്ങനെയാണ് അഗ്രികൾച്ചറൽ പ്രാക്ടീസസ് ഉണ്ടായത്. When plants of same kind are cultivated at one place on a large scale, it is called crop. അപ്പോൾ ഇതായിരുന്നു ഈ ചാപ്റ്ററിൻ്റെ ഇൻട്രൊഡക്ഷൻ. ഇനി ഇതിൻ്റെ മെയിൻ ടോപ്പിക്കുകളിലേക്ക് നമുക്ക് കടക്കാം. ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ക്രോപ്പിംഗ് പാറ്റേൺ ആണ്. നമ്മുടെ കൺട്രിയിലുള്ള ഡിഫറെൻറ്റ് ക്രോപ്പിംഗ് പാറ്റേൺസിനെ പറ്റിയിട്ടാണ് നമ്മളിനി അടുത്ത് പഠിക്കാൻ പോകുന്നത്. India is a vast country. Climatic conditions like temperature, humidity and rainfall vary from one region to another. വേരിയസ് ക്ലൈമാറ്റിക് കണ്ടീഷൻസ് ഉള്ളതുകൊണ്ട് വൈഡ് വെറൈറ്റി ഓഫ് ക്രോപ്സ് ആണ് നമുക്ക് നമ്മുടെ കൺട്രിയിൽ ഡിഫറെൻറ്റ് പാർട്സിലായിട്ട് ഗ്രോ ചെയ്യാൻ പറ്റുന്നത്. അതിൽ 2 മെയിൻ ടൈപ്സ് എന്ന് പറയുന്നത് കാരിഫ് ക്രോപ്സും റാബി ക്രോപ്സും ആണ്. അപ്പോൾ നമുക്ക് ആദ്യം കാരിഫ് ക്രോപ്സ് എന്താ നോക്കാം. ക്രോപ്സ് വിച്ച് ആർ സോൺ ഇൻ റെയിനി സീസൺ ആർ കോൾഡ് കാരിഫ് ക്രോപ്സ്. കാരിഫ് ക്രോപ്സ് എന്ന് പറയുന്നത് റെയിനി സീസൺ, അതായത് ഒരു ജൂൺ ടു സെപ്റ്റംബർ സമയത്താണ് ഈ ടൈപ്പ് ഓഫ് ക്രോപ്സ് ഗ്രോ ചെയ്യുന്നത്. ഈ ടൈപ്പ് ഓഫ് ക്രോപ്പിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് മെയ്സ്, മില്ലറ്റ്, കോട്ടൺ ഇതൊക്കെയാണ്. ഇതിൽ ഏതെങ്കിലും 2 എന്തായാലും പഠിച്ചിരിക്കണം. അടുത്ത ടൈപ്പ് ഓഫ് ക്രോപ്പ് റാബി ക്രോപ്സ് ആണ്. ക്രോപ്സ് വിച്ച് ആർ ഗ്രോൺ ഡ്യൂറിങ് ദ വിൻ്റർ സീസൺ. വിൻ്റർ സീസണിൽ ഗ്രോ ചെയ്യുന്ന ക്രോപ്സിനെയാണ് റാബി ക്രോപ്സ് എന്ന് വിളിക്കുന്നത്. അതിൻ്റെ എക്സാമ്പിൾസ് വീറ്റ്, ഗ്രാം, മസ്റ്റാർഡ്. ഇതിലും ഏതെങ്കിലും 2 പഠിച്ചു വെച്ചാൽ മതി. ഇനി അടുത്ത ടോപ്പിക്ക്, ബേസിക് പ്രാക്ടീസസ് ഓഫ് ക്രോപ്പ് പ്രൊഡക്ഷൻ. അഗ്രികൾച്ചർ പ്രാക്ടീസസ് ആർ ഓഫ് 7 ടൈപ്സ്. അഗ്രികൾച്ചറിൽ ഓരോ സ്റ്റെപ്പായിട്ടുള്ള പ്രോസസ്സുകളാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് പ്രിപ്പറേഷൻ ഓഫ് സോയിൽ, പിന്നെ സോയിങ്, ആഡിങ് മാനുവർ ആൻഡ് ഫെർട്ടിലൈസേഴ്സ്, ഇറിഗേഷൻ, പ്രൊട്ടക്റ്റിംഗ് ഫ്രം വീഡ്സ്, ഹാർവെസ്റ്റിംഗ്, പിന്നെ സ്റ്റോറേജ്. അപ്പോൾ നമുക്ക് എല്ലാ ടോപ്പിക്സും ഓരോന്നായിട്ട് നമുക്ക് പഠിക്കാം. ഫസ്റ്റ് ടോപ്പിക്ക് പ്രിപ്പറേഷൻ ഓഫ് സോയിൽ. ദിസ് ഇസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ബിഫോർ ഗ്രോയിങ് എ ക്രോപ്പ്. ഒരു ക്രോപ്പ് നമ്മൾ ഗ്രോ ചെയ്യുന്നതിനേക്കാൾ മുമ്പ് ഏറ്റവും ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രിപ്പറേഷൻ ഓഫ് എ സോയിലാണ്. വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടാസ്ക്സ് ഇൻ അഗ്രികൾച്ചർ ഇസ് ടു ടേൺ ദ സോയിൽ ആൻഡ് ലൂസൺ ഇറ്റ്. ദിസ് അലൗസ് ദ റൂട്ട്സ് ടു പെനിട്രേറ്റ് ഡീപ്പ് ഇൻ ടു ദ സോയിൽ. നമ്മൾ സോയിൽ ഡിഫറെൻറ്റ് ടൂൾസ് വെച്ച് ആ ടേൺ ചെയ്ത് ലൂസൺ ചെയ്യുമ്പോൾ ആ റൂട്ട്സിന്, നമ്മൾ ഗ്രോ ചെയ്യാൻ പോകുന്ന ക്രോപ്സിൻ്റെ റൂട്ട്സിന് കൂടുതൽ ഡീപ്പായിട്ട് സോയിലിലേക്ക് പെനിട്രേറ്റ് ചെയ്യാനും ന്യൂട്രിയൻസ് ഒക്കെ അബ്സോർബ് ചെയ്യാനും പറ്റും. The process of loosening and turning of the soil is called tilling or ploughing. ആ പ്രോസസ്സിനെ പറയുന്നതാണ് പ്ലൗവിങ് ഓർ ടില്ലിങ് എന്നാണ് നമ്മൾ ആ പ്രോസസ്സിനെ പറയുക. ഇനി നോക്കാൻ പോകുന്നത് അഗ്രികൾച്ചറൽ ഇംപ്ലിമെൻറ്റ്സ് ആണ്. നമ്മൾ ഈ പ്ലൗവിങ്, ടില്ലിങ് ഒക്കെ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടൂൾസ് ഏതൊക്കെയാണ്? അതിൽ മെയിനായിട്ട് 3 ടൂൾസാണുള്ളത്. അതിൽ ഫസ്റ്റ് വൺ പ്ലോ. This is being used since ancient times for tilling the soil, adding fertilizer to the crop, റിമൂവിങ് ദ വീഡ്സ് ആൻഡ് ടേണിങ് ദ സോയിൽ. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് പ്ലോ യൂസ് ചെയ്യുന്നത്. സെക്കൻഡ് ടൂൾ ഇസ് ഹോ. അത് നമ്മൾ യൂസ് ചെയ്യുന്നത് വീഡ്സ് ഒക്കെ റിമൂവ് ചെയ്യാൻ. അൺവാണ്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സിനെയാണ് വീഡ്സ് എന്ന് പറയുന്നത്. ആ വീഡ്സ് ഒക്കെ റിമൂവ് ചെയ്യാനും അതുപോലെ സോയിൽ നന്നായി ലൂസാക്കാനുമായിട്ടാണ് നമ്മൾ ഹോ യൂസ് ചെയ്യുന്നത്. തേർഡ് ടൂൾ എന്ന് പറയുന്നത് കൾട്ടിവേറ്റർ ആണ്. മോഡേൺ അഗ്രികൾച്ചറൽ പ്രാക്ടീസസിൽ ഉണ്ടായിട്ടുള്ളതാണ് ഈ കൾട്ടിവേറ്റർ. ഒരു ട്രാക്ടർ വെച്ചിട്ടാണ് ഈ കൾട്ടിവേറ്റർ വർക്ക് ചെയ്യുന്നത്. യൂസ് ഓഫ് കൾട്ടിവേറ്റർ സേവ്സ് ലേബർ ആൻഡ് ടൈം. നെക്സ്റ്റ് സ്റ്റെപ്പ് സോയിങ് ആണ്. ഫാമേഴ്സ് പ്രിഫർ ടു യൂസ് സീഡ്സ് വിച്ച് ഗീവ് ഹൈ ഈൽഡ്. കൂടുതൽ ഈൽഡ് തരുന്ന
സീഡ്സ് ആണ് ഫാമേഴ്സ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. അതിൽ സോയിങ്ങിന് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സെലക്ഷൻ ഓഫ് സീഡ്. എങ്ങനത്തെ സീഡുകളാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്, അതാണ് അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. അതിനുവേണ്ടി നമുക്കൊരു എക്സ്പെരിമെൻറ്റ് നടത്താം. ആ എക്സ്പെരിമെൻറ്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കയ്യിൽ കുറച്ച് സീഡ്സ് എടുത്തിട്ട് ഒരു ബീക്കറിൽ ഫുൾ വെള്ളം എടുക്കുക, അതിനകത്തേക്ക് ആ സീഡ്സ് ഇടുക. അപ്പോൾ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്ന സീഡ്സ് ഡിഫക്റ്റീവ് ആണ്, സിങ്ക് ചെയ്ത് കിടക്കുന്ന സീഡ്സ് ആണ് ഹയർ ഈൽഡ് തരാൻ യൂസ് ചെയ്യുന്നത്. ഇതുപോലത്തെ ഒരു എക്സ്പെരിമെൻറ്റ് വെച്ച് ഡിഫക്റ്റീവ് ആയിട്ടുള്ളതും നല്ലതായിട്ടുള്ള സീഡുകൾ നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ സെലക്ട് ചെയ്ത ഹൈ ഈൽഡുള്ള നല്ല സീഡുകൾ ഒരു ട്രഡീഷണൽ ടൂൾ, അതായത് ട്രഡീഷണൽ മെത്തേഡ് ഓഫ് സോയിങ് ആണ് ആ പിക്ചറിൽ കാണിച്ചിട്ടുള്ളത്. അതിൽ ഒരു ലോങ് അയൺ പൈപ്പ് ഹാവിങ് എ ഫണൽ അറ്റ് ദ ടോപ്പ് സർഫസ് ഒരു ഫണലാണ്. അത് ഒരു പ്ലൗവിലേക്ക് ടൈ ചെയ്ത് വെച്ചിരിക്കുകയാണ്. താഴെ പ്ലവും മുകളിൽ ഒരു ഫണലുമാണ് വെച്ചിട്ടുള്ളത്. അങ്ങനെ എ ഫാമർ ഡസ് പ്ലവിങ് ആൻഡ് സൈമൾട്ടേനിയസ്ലി റിലീസസ് ദ സീഡ്സ് ഫ്രം ദ ഫണൽ. പ്ലവിങ് ചെയ്യും, അതിൻ്റെ കൂടെ ആ ഫണലിലൂടെ നല്ല ഈൽഡുള്ള സീഡ്സ് അവർ ഡ്രോപ്പ് ചെയ്യുമ്പോൾ അത് സോയിലിലേക്ക് ചെന്ന് വീഴും. ഇതാണ് ട്രഡീഷണൽ മെത്തേഡ് ഓഫ് സോയിങ്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് മോഡേൺ ടൈപ്പ് ആയിട്ടുള്ളതാണ്, അതായത് സീഡ് ഡ്രിൽ. Nowadays, seed drill is used for sowing. This sows the seeds uniformly at equal distance and depth. ഈക്വൽ ഡിസ്റ്റൻസിലും ഡെപ്തിലുമാണ് സീഡ് ഡ്രിൽ വെച്ചിട്ട് അവർ സീഡ്സ് സോ ചെയ്യുന്നത്. അപ്പോൾ അതിന് ഓവർ ക്രൗഡിങ് ഉണ്ടാവില്ല, ഓവർ ക്രൗഡഡ് ആയിട്ട് ക്രോപ്സ് ഉണ്ടാവില്ല. ഈ മെത്തേഡ് വഴി അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഡിസ്റ്റൻസ് എല്ലാ സീഡ്സും തമ്മിലുണ്ടാവും. അപ്പോൾ എല്ലാ പ്ലാന്റ്സിനും സഫിഷ്യൻറ്റ് സൺലൈറ്റും ന്യൂട്രിയൻസ് വാട്ടർ ഒക്കെ സോയിലിന് കിട്ടും. സോയിങ് ബൈ യൂസിങ് എ സീഡ് ഡ്രിൽ സേവ്സ് ടൈം ആൻഡ് ലേബർ. സമയവും ആൾക്കാരെയും നമുക്ക് കൂടുതൽ ആവശ്യം വരില്ല. ഇങ്ങനൊരു മെഷീൻ വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് സീഡ്സ് സോ ചെയ്യാം. അപ്പോൾ ഇതാണ് മോഡേൺ മെത്തേഡ് ഓഫ് സോയിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പ് ആഡിങ് മാനുവർ ആൻഡ് ഫെർട്ടിലൈസേഴ്സ്. മാനുവറും ഫെർട്ടിലൈസേഴ്സും ഒരു പ്ലാന്റിന് കൊടുക്കുന്നതാണ് അടുത്ത സ്റ്റെപ്പ്. The substances which are added to the soil in the form of nutrients for the healthy growth of plants are called manure and fertilizers. പ്ലാന്റ്സ് നല്ല ഹെൽത്തി ആയിട്ടും ന്യൂട്രിയൻസ് ഒക്കെ നന്നായി കിട്ടാനും നന്നായി ഗ്രോ ചെയ്യാനും വേണ്ടിയിട്ടാണ് മാനുവേഴ്സും ഫെർട്ടിലൈസേഴ്സും നമ്മൾ യൂസ് ചെയ്യുന്നത്. മാനുവേഴ്സ് എന്ന് പറയുന്നത് ഓർഗാനിക് മാറ്ററാണ്, ഓർഗാനിക് സബ്സ്റ്റൻസസിൽ നിന്നാണ് നമ്മൾ മാനുവർ ഒബ്റ്റെയിൻ ചെയ്യുന്നത്. പക്ഷെ ഫെർട്ടിലൈസേഴ്സ് എന്ന് പറയുന്നത് കെമിക്കൽസ് ആണ്. കെമിക്കൽസ് യൂസ് ചെയ്തിട്ട് ആ ന്യൂട്രിയൻസ്, അതായത് നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം ഒക്കെ നമ്മൾ പ്ലാന്റ്സിൽ റൂട്ട്സിലേക്ക് കൊടുക്കും. അവരത് അബ്സോർബ് ചെയ്തിട്ട് അവരുടെ പ്രോസസ്സസ് ഒക്കെ നടത്തും. Continuous growing of crops in the field causes deficiency of mineral nutrients in the soil. കൂടുതലായിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ക്രോപ്സ് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ സോയിലിൽ അപ്പോൾ ഉള്ള ന്യൂട്രിയൻസ് ഒക്കെ പോവും. അത് അബ്സോർബ് ചെയ്ത് പ്ലാന്റ്സ് അബ്സോർബ് ചെയ്ത് അങ്ങനെ അത് ഡെഫിഷ്യൻ്റ് ആയിട്ടിരിക്കും. അപ്പോഴാണ് നമ്മൾ ഈ മാനുവേഴ്സും ഫെർട്ടിലൈസേഴ്സും യൂസ് ചെയ്തിട്ട് നമ്മളത് ആർട്ടിഫിഷ്യലായിട്ട് അവർക്ക് അതിനുള്ള ന്യൂട്രിയൻസ് കൊടുക്കുന്നത്. Manure is an organic substance obtained from the decomposition of plants or animal waste. Animal waste അതുപോലെ പ്ലാന്റ്സിൻ്റെ വേസ്റ്റ് നിന്നാണ് നമുക്ക് മാനുവർ ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ഇൻപ്രോപ്പർ ഓർ ഇൻസഫിഷ്യൻറ്റ് മാനുവറിങ് റിസൾട്ട്സ് ഇൻ വീക്ക് പ്ലാന്റ്സ്. ഇൻപ്രോപ്പർ ആയിട്ടുള്ളത് അതുപോലത്തെ ഇൻസഫിഷ്യൻ്റ് ആയിട്ടാണ് മാനുവറിങ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ പ്ലാന്റ്സ് ഹെൽത്തി ആയിട്ട് ഗ്രോ ചെയ്യില്ല, അത് വീക്കായിട്ടിരിക്കും. അങ്ങനെ വരുമ്പോൾ ക്രോപ്പിൻ്റെ ഈൽഡ് നമുക്ക് കുറയും. ഈ മാനുവർ പ്രിപ്പയർ ചെയ്യാനായിട്ട് ഫാമേഴ്സ് ഡംപ് plant and animal waste in pits at open places and allow it to decompose. ഈ ഡീകമ്പോസിഷൻ നടക്കുന്നത് മൈക്രോ ഓർഗാനിസംസ് വഴിയാണ്. ഇങ്ങനെ മൈക്രോ ഓർഗാനിസംസ് ഡീകമ്പോസ് ചെയ്ത മാറ്ററിനെയാണ് നമ്മൾ ഓർഗാനിക് മാനുവർ എന്ന് പറയുന്നത്. അടുത്തതാണ് ഫെർട്ടിലൈസേഴ്സ്. ഫെർട്ടിലൈസേഴ്സ് ആർ കെമിക്കൽസ് വിച്ച് ആർ റിച്ച് ഇൻ എ പർട്ടിക്കുലർ ന്യൂട്രിയൻറ്റ്. ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂട്രിയൻ റിച്ച് ആയിരിക്കും ഫെർട്ടിലൈസേഴ്സ് എല്ലാം. സം ഓഫ് ദി എക്സാമ്പിൾസ് ഓഫ് ഫെർട്ടിലൈസേഴ്സ് ആർ യൂറിയ, അമോണിയം സൾഫേറ്റ്, സൂപ്പർ ഫോസ്ഫേറ്റ്, പൊട്ടാഷ്. ഇതൊക്കെയാണ് ഫെർട്ടിലൈസേഴ്സിൻ്റെ കുറച്ച് എക്സാമ്പിൾസ്. ദ യൂസ് ഓഫ് ഫെർട്ടിലൈസേഴ്സ് ഹാസ് ഹെൽപ്പ് ഫാമേഴ്സ് ടു ഗെറ്റ് ബെറ്റർ ഈൽഡ് ഓഫ് ക്രോപ്സ് സച്ച് ആസ് വീറ്റ്, പാഡി, മെയ്സ്. നല്ല ഈൽഡ് കിട്ടാൻ വേണ്ടിയിട്ട് ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യും. പക്ഷേ എക്സസീവ് യൂസ് ഓഫ് ഫെർട്ടിലൈസേഴ്സ് ഹാസ് മെയ്ഡ് ദ സോയിൽ ലെസ് ഫെർട്ടൈൽ. കെമിക്കൽ സബ്സ്റ്റൻസസ് ആയതുകൊണ്ട് കൂടുതൽ ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യുമ്പോൾ സോയിൽ ലെസ് ഫെർട്ടൈൽ ആവും. അതുപോലെ തന്നെ ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യുമ്പോൾ വാട്ടർ പൊല്യൂഷൻ കോസ് ചെയ്യും. അപ്പോൾ ഇൻ ഓർഡർ ടു മെയിൻറ്റെയിൻ ദ ഫെർട്ടിലിറ്റി ഓഫ് ദ സോയിൽ വി ഹാവ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് ഫെർട്ടിലൈസേഴ്സ് വിത്ത് ഓർഗാനിക് മാനുവർ. ഫെർട്ടിലൈസേഴ്സിന് പകരം ഓർഗാനിക് മാനുവർ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലത്തെ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ പറ്റും. അല്ലെങ്കിൽ ആ ഫീൽഡ് കുറച്ച് നാളത്തേക്ക് മേ ബി 1 year ഒക്കെ അൺകൾട്ടിവേറ്റഡ് ആയിട്ട്
വിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ സോയിലിലുള്ള ന്യൂട്രിയൻസ് ഒക്കെ വീണ്ടും റിപ്ലനിഷ്ഡ് ആവും. Another method of replenishing the soil with nutrients is through crop rotation. This can be done by growing different crops alternatively. ഒരു ക്രോപ്പ് ഗ്രോ ചെയ്ത് കഴിഞ്ഞ് പിന്നെ നെക്സ്റ്റ് വേറൊരു ക്രോപ്പ് ഗ്രോ ചെയ്യാം, പിന്നെ വീണ്ടും ആ സെയിം ക്രോപ്പ്, അങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് ക്രോപ്സ് ഗ്രോ ചെയ്താലും ഇങ്ങനെ സോയിലിന് അതിൻ്റെ ന്യൂട്രിയൻസ് റിപ്ലനിഷ് ചെയ്യാൻ പറ്റും. നോർത്തേൺ ഇന്ത്യയിലുള്ള ഫാമേഴ്സ് ലെഗ്യൂംസ് ഒക്കെ ഫോഡർ ആയിട്ട് ഗ്രോ ചെയ്യും ഒരു സീസണിൽ, അതുപോലെ വീറ്റ് നെക്സ്റ്റ് സീസണിൽ ഗ്രോ ചെയ്യും. ദിസ് ഹെൽപ്ഡ് ഇൻ റിപ്ലനിഷ്മെൻറ്റ് ഓഫ് ദ സോയിൽ വിത്ത് നൈട്രജൻ. നിങ്ങൾ മുൻപത്തെ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ള പോലെ റൈസോബിയം ബാക്ടീരിയ പ്രസൻറ്റ് ഇൻ ദ നോഡ്യൂൾസ് ഓഫ് റൂട്ട്സ് ഓഫ് ലെഗ്യുമിനസ് പ്ലാന്റ്സ് ഫിക്സ് അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ. ഈ ഒരു ബാക്ടീരിയ റൂട്ട്സിൽ പ്രസൻ്റ് ആണ്. അത് നൈട്രജൻ സോയിലിൽ ഫിക്സ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അത് ആ ന്യൂട്രിയൻസ് പ്ലാന്റ്സിന് അബ്സോർബ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് അഡ്വാൻറ്റേജസ് ഓഫ് മാനുവർ യൂസ് ചെയ്യുന്നതിൻ്റെ അഡ്വാൻറ്റേജസിനെ പറ്റിയിട്ടാണ് അടുത്ത ടോപ്പിക്. അതിൽ ഫസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇറ്റ് എൻഹാൻസസ് ദ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി ഓഫ് ദ സോയിൽ. വാട്ടറിനെ ഹോൾഡ് ചെയ്ത് നിർത്താനുള്ള കപ്പാസിറ്റി സോയിലിൻ്റെ ആ ഒരു മാനുവർ കൂട്ടും. മാനുവേഴ്സ് യൂസ് ചെയ്യുന്നതിലൂടെ വാട്ടറിൻ്റെ ഹോൾഡിംഗ് കപ്പാസിറ്റി കൂട്ടും. നെക്സ്റ്റ്, ഇറ്റ് മേക്സ് ദ സോയിൽ പോറസ് ഡ്യൂ ടു വിച്ച് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് ബിക്കം ഈസി. തേർഡ് അഡ്വാൻറ്റേജ് ഇറ്റ് ഇൻക്രീസസ് ദ നമ്പർ ഓഫ് ഫ്രണ്ട്ലി മൈക്രോബ്സ്. മാനുവേഴ്സ് ആഡ് ചെയ്യുമ്പോൾ അതിലുള്ള മൈക്രോബ്സ് ന്യൂട്രിയൻ റിച്ച് ആയിരിക്കും. അപ്പോൾ ആ ന്യൂട്രിയൻസ് പ്ലാന്റ്സിന് അബ്സോർബ് ചെയ്യാൻ പറ്റും. ഫോർത്ത് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇറ്റ് ഇംപ്രൂവ്സ് ദ ടെക്സ്ചർ ഓഫ് ദ സോയിൽ. സോയിലിൻ്റെ ടെക്സ്ചർ ഇംപ്രൂവ് ചെയ്യാനായിട്ട് മാനുവേഴ്സ് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ക്ലാസ്. ഇതുവരെ എടുത്തത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതാണ്. ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ട് എത്രയും പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.